സോനം വാങ്ചുക് ആരാണ്? ഇന്ത്യയിലെ ജന്തർ മന്ദറിൽ എന്താണ് നടക്കുന്നത്? ഓക്കെ, ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചയാകുന്ന ഒരു വിഷയം ചുരുക്കി സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ജന്തർ മന്ദിർ എന്താണെന്ന് നോക്കാം. ന്യൂഡൽഹിയിൽ പ്രശസ്തമായ ഒരു പൊതു പ്രതിഷേധ വേദിയാണ് ജന്തർ മന്ദിർ. വിവിധ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ ആളുകൾ ഇവിടെ പ്രതിഷേധങ്ങളും സമരങ്ങളൊക്കെ നടത്താറുണ്ട്. ഇപ്പോൾ അവിടെ നടക്കുന്ന പ്രതിഷേധത്തിന്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളാണ്. നീറ്റ് പരീക്ഷയ്ക്ക് ശേഷം ചോദ്യപേപ്പർ ചോർച്ചയും പരീക്ഷാ ക്രമക്കേടുകളും സംബന്ധിച്ച ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇതിനെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പരാതി നൽകി. പിന്നീട് അന്വേഷണ ഏജൻസികൾക്കും വിഷയത്തിൽ ഇടപെട്ട് പരീക്ഷണ സംവിധാനത്തിലെ വിശ്വാസ്യതയെക്കുറിച്ച് വലിയ ചർച്ചകളുണ്ടായി. ഈ സംഭവത്തിൽ വിദ്യാർത്ഥികൾ നേരിട്ട മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചും നിരവധി ചർച്ചകൾ ഉയർന്നു. 12 വിദ്യാർത്ഥികളുടെ ആത്മഹത്യയെക്കുറിച്ച് CJP, അതായത് കോക്രോച്ച് ജനതാ പാർട്ടി, അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ മരണങ്ങൾ നേരിട്ട് പരീക്ഷാ ക്രമക്കേടിന്റെ ഫലമാണെന്ന് സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. പരീക്ഷാ സംവിധാനത്തിൽ കൂടുതൽ സുതാര്യത വേണം, ക്രമക്കേടുകൾക്ക് ഉത്തരവാദികളായവർക്കെതിരെ നടപടി വേണം തുടങ്ങിയ ആവശ്യങ്ങളുമായിട്ടാണ് പ്രതിഷേധം ഇപ്പോൾ നടത്തുന്നത്. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നതും സമരക്കാരുടെ ആവശ്യങ്ങളിൽപ്പെട്ട ഒന്നാണ്. ഇനി സോനം വാങ്ചുക് ആരാണ്? ലഡാക്കിൽ നിന്നുള്ള ഒരു എഞ്ചിനീയറും വിദ്യാഭ്യാസ പരിഷ്കർത്താവും പരിസ്ഥിതി പ്രവർത്തകനുമാണ് സോനം വാങ്ചുക്. അതായത് ഒരു സയന്റിസ്റ്റും കൂടിയിട്ടാണ് അദ്ദേഹം. എസ്കിമോ എന്ന വിദ്യാഭ്യാസ സംരംഭത്തിന്റെ സ്ഥാപകനായ അദ്ദേഹം ഐസ്ട്യൂബ എന്ന ജലസംരക്ഷണ സാങ്കേതിക വിദ്യയിലൂടെയും ശ്രദ്ധേയനാണ്. നിരവധി അംഗീകാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ടോട്ടലി ഇന്ത്യയിലെ ഈവൺ ആർമിക്കടക്കം അദ്ദേഹം വലിയൊരു കണ്ടുപിടുത്തം നൽകി കൊടുത്തിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് ടോപ്പ് ഓഫ് ദ മൗണ്ടൈൻ അവിടേക്ക് ഇവിടെ താഴെയുള്ള ടവറിന് സിഗ്നൽ എത്തിക്കുക എന്നുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ലഡാക്കിൽ അതായത് എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ട് ആ ഒരു ലഡാക്കിന്റെ ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ മാക്സിമം ലെവലിലേക്ക് ഹൈ പീക്കിലേക്ക് കൊണ്ടുപോയ ഒരു വലിയ വ്യക്തിയാണ് ഈ സോനം വാങ്ചുക് എന്ന് പറയുന്ന വ്യക്തി. അതായത് ഇപ്പോൾ ഈ CJP നടത്തുന്ന ഈ പ്രതിഷേധ പരിപാടിക്ക് നിലവിലെ പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടാണ് സോനം വാങ്ചുക് നിരാഹാര സമരം നടത്തിയത്. ഇപ്പോൾ 20-22 ദിവസമായി. ആരോഗ്യനില മോശമായതിനെ തുടർന്നിട്ട് അദ്ദേഹത്തിന് ആശുപത്രിയിലേക്ക് മാറ്റുകയും മെഡിക്കൽ നിരീക്ഷണത്തിൽ തുടരുകയും ഒക്കെ ചെയ്തിട്ട് ഈ പ്രതിഷേധത്തിൽ വിദ്യാർത്ഥികൾ, അധ്യാപകർ, സാമൂഹിക പ്രവർത്തകർ, കണ്ണു കാണാത്തവര്, സംസാരിക്കാൻ കഴിയാത്തവർ, വിവിധ മേഖലയിലുള്ള ആളുകൾ, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, അങ്ങനെ ഒരുപാട് പേര് പങ്കെടുത്ത് ഫ്രീ ആയി ഭക്ഷണം കൊടുക്കുന്നു. അങ്ങനെ ജനങ്ങൾ, അതായത് ഇന്ത്യയിലെ ജനങ്ങൾ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഉള്ള സമരമാണ് ഇപ്പോൾ നടക്കുന്നത്. ചുരുക്കത്തിൽ പരീക്ഷാ സംവിധാനത്തിൽ കൂടുതൽ വിശ്വാസ്യതയും സുതാര്യതയും വേണമെന്നുള്ള ആവശ്യം നടക്കുന്ന ഒരു പ്രതിഷേധമായിട്ട് നമുക്ക് കണക്കാക്കാം. ഈ വിഷയത്തിൽ പല അവകാശവാദങ്ങളും അഭിപ്രായങ്ങളും മറ്റു തരത്തിൽ പ്രചരിക്കുന്നതിനാൽ ഔദ്യോഗിക വിവരങ്ങളും വിവിധ സംഘടനകളുടെ നിലപാടുകളും മനസ്സിലാക്കി മാത്രം നീ വിലയിരുത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.